ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ പി ഡി ടി ആചാരി നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ പി ഡി ടി ആചാരി, ഈ ഗവൺമെന്റിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്പീക്കറായി ഓം ബിർള മാറിയിരിക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാനപ്പെട്ട ആരോപണം. അവർ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. അസാധാരണമായ ഒരു സാഹചര്യത്തിൽ അസാധാരണമായ ഒരു തീരുമാനം വേണ്ടി വന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത് ഈ സാഹചര്യങ്ങളെ താങ്കൾ എങ്ങനെയാണ് ശ്രീ പി ഡി ടി ആചാരി വിലയിരുത്തുന്നത്? സ്പീക്കർക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ സ്പീക്കറെ മാറ്റുന്നതിനുള്ള റെസൊല്യൂഷൻ വരുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രധാനമായും പ്രതിപക്ഷങ്ങൾക്ക് സ്പീക്കറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണത്. അങ്ങനെ വരുമ്പോഴാണ് അത് സ്പീക്കറുടെ ഏതെങ്കിലും നടപടികൾ അടിസ്ഥാനപ്പെടുത്തിയാണ് അങ്ങനെ അവരൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. പണ്ടും അങ്ങനെയാണ്, പല പ്രാവശ്യം ഇത് വന്നിട്ടുണ്ട്, ആദ്യമായിട്ടൊന്നുമല്ല. 1954 മുതൽ ഇത് ഈ അവിശ്വാസം സ്പീക്കർക്കെതിരായിട്ട് പല സമയങ്ങളിലായിട്ട് ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴ് അതിനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നു. സ്പീക്കറുടെ നടപടികൾ ആ രീതിയിലാണ് എന്നവർ വിശ്വസിക്കുന്നത് കൊണ്ട് സ്പീക്കർക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ സ്പീക്കർക്കെതിരായിട്ട് ഈ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അതെപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. കാരണം സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒരു വളരെ എക്സാൾട്ടഡ് ആയിട്ടുള്ള ഒരു ഹൈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. അദ്ദേഹം ഇമ്പാർഷ്യലായിട്ട് കാര്യങ്ങൾ നടത്തണം. അദ്ദേഹത്തിന് ഒരു സൈഡിലോടും പ്രത്യേക മമതയില്ല. എല്ലാവരെയും തുല്യമായി നിയമത്തിനും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ അനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തി ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെയാണല്ലോ നമ്മുടെ വെയ്പ്പ്. ഇതാണ് നമ്മുടെ സങ്കല്പം. അപ്പം അതിൽ നിന്ന് വിപരീതമായി സ്പീക്കർ ഏതെങ്കിലും ഒരു സൈഡിനെ, ഭരണകക്ഷിയോട് കൂടുതൽ മമത കാണിക്കുകയും അവരെ സഹായിക്കുകയും പ്രതിപക്ഷത്തിനെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പ്രതിപക്ഷത്തിന് വേറെ മാർഗം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്പീക്കറുടെ റൂളിങ്ങിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, സ്പീക്കറുടെ റൂളിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. സ്പീക്കറുടെയാണ് ഫൈനൽ വേർഡ് ഏത് കാര്യത്തിലും. സ്പീക്കർ ഇപ്പോൾ ഡിസലവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസലവ് ചെയ്തു പോയി എന്നുള്ളതാണ്. മറ്റ് യാതൊരു ഓപ്ഷനും ഇല്ലാത്ത ഒരവസ്ഥ വരും പ്രതിപക്ഷത്തിന്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ സാധാരണഗതിയിൽ ഇങ്ങനൊരു മൂവിന് ശ്രമിക്കുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പം ഇതിന്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീക്കർക്ക് എതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർക്ക് എതിരായിട്ട് ധാരാളം ഈ സഭയിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്പീക്കറോട് പറയാൻ പറ്റുമോ അവർക്ക്, ഇന്ന കാരണങ്ങളാണ് നിങ്ങൾ ചെയ്തത് ശരിയല്ല, ഇതെല്ലാം ഭരണഘടനയ്ക്കും റൂളിനും ഒക്കെ എതിരായിട്ടാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് എന്ന് സ്പീക്കറുടെ മുഖത്ത് നോക്കി അവർക്ക് പറയാൻ പറ്റും സഭയിൽ. കാരണം സ്പീക്കർ സഭയിൽ ഉണ്ടാവും. സ്പീക്കർ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ചാർജസിനും മറുപടി പറയേണ്ട ബാധ്യത സ്പീക്കർക്കുണ്ട്. ആ ഒരു സാഹചര്യം ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെയാണ് നോക്കുന്നത്. അല്ല ശ്രീ പി ഡി ടി ആചാര്യ, ഇപ്പോൾ സ്പീക്കർ ഓം ബിർള എടുത്തിരിക്കുന്ന തീരുമാനം ഈ സഭയിൽ നോട്ടീസിന്മേൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ്. അത് സ്വാഭാവികമായും ഭരണഘടനാ ചട്ടങ്ങളുടെ ഭാഗമായി അദ്ദേഹം കൈക്കൊള്ളേണ്ട ഒരു തീരുമാനമാണല്ലോ അല്ലേ? അതിൽ അസാധാരണത്വമൊന്നുമില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും സ്പീക്കർ അത് ഭരണഘടനയിലും റൂളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ മോഷൻ സഭയിൽ വന്നാൽ അന്ന് മുതൽ അപ്പൊ അതിൽ പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മോഷൻ സഭയിൽ പ്ലേസ് ചെയ്ത് മോഷൻ കൺസിഡർ ചെയ്യുന്ന ആ സമയം മുതൽ ഇത് തീരുന്നത് വരെ സ്പീക്കർക്ക് പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റു തീരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ ഇത് തീരുന്നത് വരെ ഞാൻ പ്രിസൈഡ് ചെയ്തില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വന്തമായ തീരുമാനമാണ്. ഇതിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും സ്പീക്കർക്ക് അദ്ദേഹത്തിന്റെ ഭാഗം വ്യക്തമാക്കാനുള്ള ഒരു അവകാശം ഉണ്ടാകില്ലേ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഭരണഘടനാപരമായിട്ട് തന്നെ ആർട്ടിക്കിൾ 96 അത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായിട്ടും. സ്പീക്കർക്ക് തന്റെ ഭാഗം വെക്കാനും അത് പങ്കെടുക്കാനും തന്റെ ഭാഗം അത് തന്നെ ഡിഫെൻഡ് ചെയ്യാനുമുള്ള അവകാശമുണ്ട്. ഇനിയിപ്പോൾ ശ്രീ പി ഡി ടി ആചാര്യ, ഇപ്പോൾ ഇത് എത്രത്തോളം ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്? കാരണം തുടർച്ചയായി പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, അദ്ദേഹം ഒരു വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിഷയം ഉന്നയിക്കുന്നതിൽ തടസ്സപ്പെടുത്തുക, അപ്പോൾ അംഗങ്ങളെ ഒരുപോലെ കാണുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ചെയറിലിരിക്കുമ്പോൾ സ്പീക്കർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു നീതി ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്പീക്കറായി ഓം ബിർള മാറിയിരിക്കുന്നു എന്നതാണ്. ഈ ആരോപണത്തിന്റെ ഗൗരവം എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും അത് ഒരു സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ആരോപണം വളരെ സീരിയസ് ആണ്. കാരണം സ്പീക്കർ എപ്പോഴും ഇംപാർഷ്യൽ ആയിരിക്കണമെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്.
അപ്പൊ ആ സങ്കല്പത്തിന് വിരുദ്ധമായി സ്പീക്കറൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആരോപണത്തിന് ഉള്ള സാധ്യത ഉണ്ട്. അതാണ് പ്രതിപക്ഷം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്, ആ ഒരു ഡയറക്ഷനിലാണ്. അപ്പൊ അങ്ങനെയാണ് അവരുടെ ഒരു വിശ്വാസം അങ്ങനെയാണ്, സ്പീക്കർ ഇംപാർഷ്യലായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ അവിശ്വാസ പ്രമേയം വന്നിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായും ശ്രീ PDT ആചാര്യ എപ്പോഴൊക്കെയാണോ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നത് അപ്പോഴെല്ലാം അദ്ദേഹം നരവനയുടെ പുസ്തകം എടുത്തുയർത്തുന്നു, സഭാ നടപടികളിലെ ഒരു അറ്റൻഷൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ ഈ ബജറ്റിന്റെ ചർച്ചകൾ നടക്കുകയാണ്. ആ ബജറ്റ് ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അവസരം നൽകാം എന്നൊക്കെയുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഭരണകക്ഷി അംഗങ്ങൾ സഭയിൽ സ്വീകരിച്ചത്. ഇത് ഒരു ന്യായമായ സമീപനമാണ് എന്ന അഭിപ്രായമാണോ താങ്കൾക്കുള്ളത്, അതല്ല മറിച്ചാണോ? പ്രതിപക്ഷ നേതാവ് സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഏത് രീതിയിലാണ് ഒരു വിഷയം സഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സാധാരണ പാർലമെന്റ് മെമ്പറുടെ ഒരു സ്റ്റാറ്റസ് അല്ലല്ലോ. അദ്ദേഹത്തിന് കുറെ കൂടി എലിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ട്. കാരണം ഒരു ഭാഗത്ത് പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം ലീഡർ ഓഫ് ദി ഹൗസ് ആണ്. അത് മറുഭാഗത്ത് അത് ബാലൻസ് ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ, അങ്ങനെയാണ്. അപ്പോ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി എണീറ്റ് നിന്നാൽ സ്പീക്കർ ഉടൻ തന്നെ അദ്ദേഹത്തിനെ അനുവദിക്കാറുണ്ട്. അങ്ങനെയാണ് പാർലമെന്റിന്റെ ഒരു കീഴ്വഴക്കം, അങ്ങനെയാണ്. എല്ലാ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഈ പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് ലീഡർ ഓഫ് ദി ഓപ്പോസിഷന്. കാരണം ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്നുള്ള ഒരു സംഗതിയാണ്. അദ്ദേഹം മറ്റേ ശരി, ശ്രീ PDT ആചാര്യാണ് നമ്മളോട് സംസാരിച്ചത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പേ കട്ടായി പോയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.